നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ, കോശങ്ങള്, കലകള്. അപ്പൊ ഇത് വേഗം തിരിച്ചു ചോദിക്കാം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. എന്താ, ഏത് ചാനലാണ് ഈ നൂറുമേനി എന്ന്? ഈ കോട്ടയത്തിനും കോഴിക്കോടിനും തിരുവനന്തപുരത്തിനൊക്കെ അതിൻ്റെതായുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനൽ. LPSC UPSC ബയോളജിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃഷി പരിസ്ഥിതി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്. നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലെ, കോശങ്ങള്, കലകള്. അത് കഴിഞ്ഞ് കിടക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ തന്നെ PSC എപ്പോഴും ചോദിക്കുന്നതുമായുള്ള ഒരു ഏരിയ ആണെന്ത്, കൃഷി പരിസ്ഥിതി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. അപ്പൊ അതിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ഏരിയയിൽ മാത്രം PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് LP UP എക്സാമിൽ നടന്ന ക്വസ്റ്റ്യൻസ് മാത്രമല്ല, 2023 നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും കളക്ട് ചെയ്തിട്ടുള്ള PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതില് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? ഞാറ്റുവേല, ഓപ്ഷൻ ബി വയലും വീടും, ഓപ്ഷൻ സി നൂറുമേനി, ഓപ്ഷൻ ഡി കാർഷിക രംഗം. ഏതായിരിക്കും? നമുക്ക് വിദ്യാഭ്യാസവുമായിട്ട് കണക്ട് ചെയ്ത് പറയാം ഈ ക്വസ്റ്റ്യൻ, അതേപോലെ കൃഷിയുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. അപ്പോൾ അതിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, നൂറുമേനി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇത് വേഗം തിരിച്ചു ചോദിക്കാം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. എന്താ, ഏത് ചാനലാണ് ഈ നൂറുമേനി എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുന്നത്? തിരിച്ചു ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, വിക്ടേഴ്സ് ചാനൽ എന്താ ടെലികാസ്റ്റ് ചെയ്യുന്ന നൂറുമേനി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും പറഞ്ഞ് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. സോ നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, നൂറുമേനി എന്നുള്ളതാണ് ആൻസർ. ദെൻ, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം ഏതാണ്? അപ്പോ നമുക്ക് എപ്പോഴും മിക്കവാറും PSC ചോദിക്കാറുള്ള ഒരു ഏരിയ കൂടിയാണ്. എന്തായിരുന്നു? പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം. ഓപ്ഷൻ എ ഒറ്റ വൈക്കോൽ വിപ്ലവം, ഓപ്ഷൻ ബി നിശബ്ദ വസന്തം, ഓപ്ഷൻ സി ഒരു കുരുവിയുടെ പതനം, ഓപ്ഷൻ ഡി ഭൂമി നഷ്ടപ്പെടുന്നു. ഏതായിരിക്കാം? ഇത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തില് എന്താ ഒരു ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ബുക്കിന്റെ പേരെന്ന് അല്ലെ? റേച്ചൽ കേഴ്സൺ ആണ് എഴുതിയത്. പുസ്തകത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് റിംഗ് ആണ് കേട്ടോ. ഇതില് ഈ DDT എന്ന് പറയുന്ന കീടനാശിനി ഉപയോഗിക്കുന്ന വഴി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഈ ഒരു പുസ്തകത്തില് റേച്ചൽ കേഴ്സൺ പ്രതിപാദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൂടി ചോദിക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇതുപോലെ കണക്ട് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. ഇനി ഒരു കുരുവിയുടെ പതനം ആരുടെയാണ്? ഡോക്ടർ സലീം അലിയുടെയാണ്. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആണ് എന്ത്, ഒരു കുരുവിയുടെ എന്താ പതനം എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. ഇത് നമ്മുടെ ചെറിയ UP സ്കൂളിലോ UP ക്ലാസ്സുകളിലോ ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. ടെക്സ്റ്റ് ബുക്കിൽ 5ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു, ടെക്സ്റ്റ് ബുക്കിലുണ്ട് സലീം അലിയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അതേപോലെ ഓട്ടോബയോഗ്രഫി ഒക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ. ദെൻ നെക്സ്റ്റ്, സൈലന്റ് വാലിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തിപ്പുഴ, ഭാരതപ്പുഴ, ഭവാനി, പാമ്പാറ്. ഇതിൽ ഏതാണ് സൈലന്റ് വാലിലൂടെ ഒഴുകുന്ന പുഴ? ഏതാണോ? ഇതും PSC പണ്ട് മുതലേ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ്, കുന്തിപ്പുഴയാണ് നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന പുഴ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അപ്പോ ഇതും എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ചോദിക്കാം. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ തോട്ടവിള ഗവേഷണ കേന്ദ്രം, അതേപോലെ തന്നെ എന്താ പറയുക സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഒക്കെ ചോദിക്കാറുണ്ട്. ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കാസർഗോഡ് ആൻഡ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഏതായിരിക്കും? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്, കാസർഗോഡ് ആണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കോട്ടയത്തിനും കോഴിക്കോടിനും തിരുവനന്തപുരത്തിനൊക്കെ അതിൻ്റെതായുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനിയുള്ള ഓരോ ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മളത് പറയും. നെക്സ്റ്റ് നോക്കാം, 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? നമുക്ക് ഓരോ വർഷവും എൻവിയോൺമെന്റൽ ഡേ അല്ലെ, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രമേയങ്ങൾ
തീംസ് ഒക്കെ വരുന്നുണ്ട്. ഒരുപാടല്ല, ഓരോ വർഷവും ഓരോന്നുണ്ടാവും. അതേപോലെ സോയിൽ ഡേ ആയിക്കോട്ടെ, എയ്ഡ്സ് ഡേ ആയിക്കോട്ടെ, സ്ട്രോക്ക്, പക്ഷാഘാതം എന്നൊക്കെ പറഞ്ഞ കുറച്ച് നമുക്ക് ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഓരോ പ്രമേയങ്ങളുണ്ട്. എല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഒരു 2020 മുതലുള്ളത് നമ്മൾ എന്തായാലും എക്സാമിന് മുന്നേ വരുന്നത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് തന്നെ ഒരിക്കലും ചോദിക്കണമെന്നില്ല. ഇതിപ്പോൾ 2023 എന്ന എക്സാം ആണ്, പക്ഷെ 2021 ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്തായിരിക്കും? പ്രകൃതിക്കായി സമയം, വായു മലിനീകരണത്തെ പ്രതിരോധിക്കൽ, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക, പരിസ്ഥിതി പുനഃസ്ഥാപനം. നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പരിസ്ഥിതി പുനഃസ്ഥാപനം. ശരിക്കും പരിസ്ഥിതി എന്നൊരു വാക്കല്ല അവരതിൽ പറയുന്നത്, ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനമാണ് കേട്ടോ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം അല്ലെങ്കിൽ എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയുള്ള ഒരു ആൻസർ ആയിട്ട് വന്നത്. നമ്മുടെ ഓപ്ഷനിൽ ഈ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതുമായിട്ട് കുറച്ചിങ്ങനെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഡിയിലേക്ക് കുത്താൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ നിങ്ങൾ ചെയ്യാം കേട്ടോ. ഉപ്പിന്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം അല്ലെ. ഇപ്പൊ നെല്ലിനൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നല്ല വെള്ളത്തിൽ നടന്ന നെല്ലുണ്ട്, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ളത്, ഒരുപാട് ഹൈറ്റ് വെക്കാത്തത്, ഹൈറ്റ് വയ്ക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് നെല്ലിന്റെ ഇനങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ ഇറക്കുന്നുണ്ട്. ഒന്ന് കമന്റ് ചെയ്തേ, ഏതായിരിക്കും ഉപ്പിന്റെ അംശം കൂടുതലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ആ ഒരു നെല്ലിന്റെ വെറൈറ്റി ഏതാണ്? ഓപ്ഷൻ എ ജയ, ഓപ്ഷൻ ബി ആര്യൻ, ഓപ്ഷൻ സി ഏഴോം ആൻഡ് ഓപ്ഷൻ ഡി രമ്യ. ഇതിൽ ഏതായിരിക്കാം? ജസ്റ്റ് ഒന്ന് വേഗം കമന്റ് ചെയ്യാം. നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഏഴോം എന്നുള്ളതാണ് എന്താ ഉപ്പിന്റെ ആവശ്യമുള്ള അല്ലെങ്കിൽ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലിനം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? നൈട്രജൻ, ഫോസ്ഫറസ്, കാർബൺ, പൊട്ടാസ്യം. ഏതായിരിക്കും? ഇരപിടിയന്മാരുള്ള സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏതിന്റെ കുറവ് കൊണ്ടാണ്? ഓപ്ഷൻ എ ആണ്, നൈട്രജന്റെ കുറവ് കൊണ്ടാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏകദേശം 74-78% നമുക്ക് എന്ത് കാണാം? നൈട്രജൻ കാണാം. സസ്യങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു മൂലകം കൂടിയാണ് നൈട്രജൻ എന്ന് പറയുന്നത്. പക്ഷേ നേരിട്ട് നൈട്രജനെ സ്വീകരിക്കാനായിട്ട് ആർക്ക് കഴിയില്ല? സസ്യങ്ങൾക്ക് കഴിയില്ല. നൈട്രജനെ കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആക്കി മാറ്റിയെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. നമുക്ക് പിന്നീട് പറഞ്ഞു വരാം ഏത് ബാക്ടീരിയ ആണ്. ഇനി എപ്പോഴാണോ മണ്ണിൽ നൈട്രജന്റെ അവൈലബിലിറ്റി കുറയുന്നത് ആ സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇവർക്ക് അവരുടെ ബോഡി ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ചെറിയ പ്രാണികളെയൊക്കെ അവർ ഭക്ഷണമാക്കാൻ മീൻസ് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് എന്താ പറയുക, അതിൽ നിന്നുള്ള ആ സത്ത് അവരെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിന്റെ കുറവ് കൊണ്ടാണ്? നൈട്രജന്റെ കുറവ് കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് സസ്യങ്ങളിൽ നടക്കുന്നത്. ദെൻ കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്താറുള്ള പ്രദേശം? പെരിയാർ, തട്ടേക്കാട്, ഇരവികുളം, പേപ്പാറ. കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? ഓപ്ഷൻ ബി ആണ്, തട്ടേക്കാടാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തില് എപ്പോഴും നമ്മുടെ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ വന്നു പോകുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഏതാ? തട്ടേക്കാടാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. നമ്മൾ നേരത്തെ എന്താണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം അല്ലേ പറഞ്ഞത്? കിഴങ്ങുവിള, തോട്ടവിളയും കിഴങ്ങുവിളയും സുഗന്ധവിളയൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചോദിക്കുന്നതാണ്. ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ്, ഓപ്ഷൻ ബി തൃശ്ശൂര്, ഓപ്ഷൻ സി കോട്ടയം ആൻഡ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഏതായിരിക്കാം? ഒന്നും നോക്കണ്ട, നമുക്ക് വേഗം എഴുതാൻ പറ്റിയ ആൻസർ ആണ് ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ശ്രീകാര്യമാണ് അല്ലെ. ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ എന്തായിരിക്കും തരുന്നത്? ശ്രീകാര്യം എന്നായിരിക്കാം തരുന്നത്. ഏതാ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ട്യൂബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ശ്രീകാര്യത്താണ്, തിരുവനന്തപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, സങ്കരയിനം നെല്ലിന് ഉദാഹരണം? അനുഗ്രഹ, അന്നപൂർണ, ലോല, അനാമിക. ഏതായിരിക്കാം? ഇതും നമ്മൾ കുറെ ഇപ്പോൾ നമ്മൾ അരിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴായാലും കടകളിൽ കേൾക്കുന്ന ഒരു അല്ലെങ്കിൽ കാണുന്ന ഒരു പേരാണല്ലേ. ഓപ്ഷൻ ബി ആണ്, അന്നപൂർണയാണെന്ത്? സങ്കരയിനം അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള റൈസ് അല്ലെങ്കിൽ നെല്ലിന്റെ ഇനത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് അന്നപൂർണയാണ്. ഇപ്പൊ കുറേ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ മറ്റുള്ള ബുക്സ് ഒക്കെ റെഫർ ചെയ്യുമ്പോൾ കുറേ പേരുകൾ ഇങ്ങനെ പഠിക്കാനുണ്ടാവും. അപ്പൊ എല്ലാം കൂടി പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് സയൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ കുറച്ചധികം
അധികം പേരുകൾ കാണാം. ഇപ്പൊ മുളകിന്റെയും വെണ്ടയ്ക്കയുടെയും അതിലെ വഴുതനങ്ങയുടെയും പിന്നെ എന്താ നെല്ലിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാം. ആ പേരുകൾ ആദ്യം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം മാത്രം ബാക്കിയുള്ളത് പഠിക്കാനായിട്ട് പോകുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടിയും പഠിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആകും. അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത് ആദ്യം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, പയർ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. റൈസോബിയം, എസെറ്റോബാക്ടർ, ലാക്ടോബാസിലസ്. ഏതായിരിക്കും? നേരത്തെ പറഞ്ഞു അല്ലെ, എന്താ? പയറ് ചെടി. അതായത് ഇപ്പോ തൊട്ടാവാടി ഉൾപ്പെടെ വരുന്ന എല്ലാ പയറ് ചെടിയുടെയും വേരുകളിലായിട്ട് നമുക്ക് എന്ത് കാണാം? ഇതേപോലെ കുറച്ച് മുഴകൾ കാണാൻ പറ്റും. ഓക്കെ, ഈ മുഴകൾ എന്ന് പറയുന്നത്, ഈ മുഴകൾ ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യങ്ങൾക്ക് അത് സ്വീകരിക്കാവുന്ന രീതിയിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഏത് ബാക്ടീരിയ ആണ്? ഓപ്ഷൻ എ ആണ്, റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കാണുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ വാഴകൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിലായിട്ട് ഇടവിള കൃഷിയായിട്ട് നമ്മൾ ഉഴുന്ന് അല്ലെങ്കിൽ തൊട്ടാവാടി നമ്മൾ കൃഷി ചെയ്യില്ല, പക്ഷെ എന്നാലും അത് വളർന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ നശിപ്പിക്കില്ല. പിന്നെ അതേപോലെ പയറൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ റൈസോബിയത്തിന്റെ പ്രസൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ എസെറ്റോബാക്ടറും നൈട്രജൻ ഫിക്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇതുപോലെ വേരിലല്ല കാണുന്നത്. ലാക്ടോബാസിലസ് ഫിക്സേഷൻ ഒന്നും ഇല്ല. എവിടെ കാണുന്നതാ? നമ്മുടെ പാലിൽ കാണുന്ന ബാക്ടീരിയ ആണ്. പാലിൽ കാണുന്ന പഞ്ചസാരയായിട്ടുള്ള ലാക്ടോസ് പഞ്ചസാരയെ, ലാക്ടോസ് ഷുഗറിനെ എന്താക്കി മാറ്റും? ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്ന ബാക്ടീരിയയാണിത്. ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് അല്ലേ? ഇതിന് പുളിരസം അല്ലേ? അതായത് നമ്മുടെ പാല് പുളിച്ച് എന്തായിട്ട് മാറും? തൈരായിട്ട് മാറും. ആ പ്രോസസ് സഹായിക്കുന്ന ബാക്ടീരിയ ആണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ. നെക്സ്റ്റ്, ലോക ജലദിനം എന്നാ? ഏപ്രിൽ 22, മെയ് 22, മാർച്ച് 22, ജൂൺ 6. ലോക ജലദിനം. ഓപ്ഷൻ സി ആണ്, മാർച്ച് 22 ആണ് ലോക ജലദിനം. നെക്സ്റ്റ്, പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനം സസ്യത്തിന്റെ സങ്കര ഇനമാണ്? കരിമ്പ്, മരച്ചീനി, നെല്ല്, കുരുമുളക്. ഏതായിരിക്കും പന്നിയൂർ 1? അല്ലെ, നമ്മളെപ്പോഴും പണ്ട് മുതലേ PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പന്നിയൂർ 1 എന്നുള്ളത്. ഏതിന്റെയാ? ഓപ്ഷൻ ഡി ആണ്, കുരുമുളകിന്റെ സങ്കര ഇനമാണ് എന്ത്? പന്നിയൂർ 1 എന്ന് പറയുന്ന സങ്കര ഇനം. നെക്സ്റ്റ്, കൃഷിക്കും ഗ്രാമവികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ദേശീയ ബാങ്ക് ഏതാണ്? കൃഷി പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ് കേട്ടോ. മുദ്ര ബാങ്ക്, മഹിളാ ബാങ്ക്, നബാർഡ്, എക്സിം ബാങ്ക്. ഏതായിരിക്കും? ഗ്രാമവികസനത്തിനായി അതേപോലെ കൃഷിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്ക് ആണ് എന്ത്? ഓപ്ഷൻ സി ആണ്, നബാർഡ് ആണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കിന് ഉദാഹരണം. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം? കേരളം, പശ്ചിമ ബംഗാൾ, അസം, നാഗാലാൻഡ്. ഏതായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണുന്ന നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണുന്നത്. മാവിന്റെ ജന്മദേശം. ഇപ്പോൾ നമുക്ക് ഒരുപാട് ജന്മദേശങ്ങൾ പഠിച്ചു വരുവാണെങ്കിൽ കുറേ പ്ലാന്റ്സും കുറേ ജന്മദേശവും ഒക്കെ പഠിക്കണം. അപ്പൊ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കാണുന്നത് ഏറ്റവും ആദ്യം പഠിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ മാവിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇന്ത്യയാണ് എന്ത്? മാവിന്റെ ജന്മദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക, ഒറിജിൻ ഓഫ് പ്ലേസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ്, പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവെച്ച പ്രദേശം. നേരത്തെ ചോദിച്ചതിന്റെ ഒരു എന്താ പറയാ, കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. സൈലന്റ് വാലി, തട്ടേക്കാട്, ഇരവികുളം, മുത്തങ്ങ. ഇതില് പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവെച്ച പ്രദേശം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, തട്ടേക്കാടാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ്, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓർ ജില്ലകൾ ഏതാണ്? കോഴിക്കോട്, തിരുവനന്തപുരം, ഇടുക്കി, കാസർഗോഡ്. ഓപ്ഷൻ എ 1, 3 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം. ഓപ്ഷൻ സി 1 മാത്രം. ആൻഡ് ഓപ്ഷൻ ഡി 2, 4 മാത്രം. ഏതായിരിക്കും ജില്ലകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കാണെങ്കിൽ നമ്മൾ ആകെ ഒരെണ്ണാണ് എപ്പോഴും കൃത്യമായിട്ട് പഠിച്ചു വന്നത്. ഏതാണ്? 1 മാത്രമുള്ളതാണ്. അത് ഓപ്ഷനിൽ 1 ഉണ്ട്, പക്ഷെ താഴേക്കാണ് തന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ ആദ്യം തന്നെ 1, 3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജില്ലകൾ എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ടും ഇവിടെ 1, 3 ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത് കൊണ്ടും ചിലപ്പോ നമുക്ക് തെറ്റിപ്പോകാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു കുരുക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ 2 എണ്ണം ശരിക്കും ഇല്ല, ആകെ ഒരെണ്ണമാണ് പറയുന്നത്. എന്താ? 1 മാത്രം. കോഴിക്കോടാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. ഈ കറക്റ്റ് ആയിട്ട് നോക്കിയേ, ഈ 3ാമത് ഇടുക്കിയാണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കൺഫ്യൂഷൻ വരാം, സുഗന്ധവിള അല്ലേ
എന്തുകൊണ്ട് ഇടുക്കി കൂടി ഉണ്ടായിക്കൂടാ എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് അവിടെ വരാം. അങ്ങനെ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇടുക്കി കൂടി അവിടെ തന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കോഴിക്കോടും ഇടുക്കിയും വരില്ല. എന്താണ്, കോഴിക്കോട് മാത്രമാണ് ആൻസർ ആയിട്ട് വന്നത്. നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം കർണാടക, രാജസ്ഥാൻ, തമിഴ്നാട്, ഗുജറാത്ത്. ഏതായിരിക്കാം? നമുക്കറിയാം പശ്ചിമഘട്ടത്തില് ഉൾപ്പെടാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, രാജസ്ഥാൻ ആണ് പശ്ചിമഘട്ടത്തില് ഉൾപ്പെടാത്ത സംസ്ഥാനത്തിന് ഉദാഹരണം. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഇനിയുണ്ട് കൃഷി പരിസ്ഥിതി എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ NGയുടെ വിജയപഥന്റെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം നമുക്ക് എക്സാം ഡേറ്റ് വന്നു അല്ലേ, LPSC UPSC രണ്ടിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട്. പഠിക്കാനുള്ള ടൈം വളരെ ലിമിറ്റഡ് ആണ്, പക്ഷെ പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് നല്ല വാസ്റ്റ് ആണ് അല്ലേ. നമുക്ക് ഇംഗ്ലീഷും മലയാളവും മാത്സും എല്ലാം കൂടി പഠിക്കണം. അതിൻ്റെ ഒപ്പം സയൻസ്, സോഷ്യൽ സയൻസ്, ഇതെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ട്. സോ ഇനിയും ടൈം ഒട്ടും വേസ്റ്റ് ആക്കരുത്, നന്നായി പഠിച്ചു തുടങ്ങാം. നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്